വെൽക്കം ബാക്ക് ടു മൈ ട്യൂഷൻ. ലാപ്ലേസ് ട്രാൻസ്ഫോമിലെ ഇൻവേഴ്സ് ലാപ്ലേസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. L inverse of 2s square minus 6s plus 5 s cube minus 6s square plus 11s minus 6. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കിവിടെ ഡിനോമിനേറ്റർ നോക്കുന്ന ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എസ് ക്യൂബാണ്. അപ്പം നമ്മൾ എസ്സിന് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നമുക്കറിയാമായിരിക്കും, എങ്കിലും ഞാനൊന്ന് ഫാക്ടറൈസ് ചെയ്ത് കാണിക്കാം. എസ്സിന് 1 കൊടുക്കാം. 1 കൊടുക്കുമ്പോൾ ഇത് 0 വരുമെന്ന് നോക്കാം. 1 മൈനസ് 6 പ്ലസ് 11 മൈനസ് 6, 12 മൈനസ് 12 0 വന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത -1 നോക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ് ഈവൻ ആണെങ്കിൽ 2 നോക്കുക, -2 അങ്ങനെ കൊടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്കിതിനെ ഫാക്ടറൈസ് ചെയ്യാം. ഡിവിഷൻ ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻറ്റ് 1, പിന്നെ എസ് സ്ക്വയർ. ഇനി എസ് ഇല്ലെങ്കിൽ 0 കൊടുക്കുക. ഡിസെൻഡിങ് പവേഴ്സിൽ തന്നെ എഴുതണം. എസ് ക്യൂബ് എസ് സ്ക്വയർഡ് എസ് കോൺസ്റ്റൻറ്റ്. നമ്മൾ 1 കൊടുത്തപ്പോഴാണ് 0 വന്നത്. അപ്പോൾ 1 അതേ സൈനോടുകൂടി ഇവിടെ എഴുതുക, ഇവിടെ 0 എഴുതുക. 1 + 0 1, 1 × 1 1. ഈ 0 ഇവിടെ കിട്ടും. ഇവിടെ പവർ 1 കുറയും. 1s സ്ക്വയർ മൈനസ് 5s പ്ലസ് 6. സം -5 കിട്ടണം, പ്രോഡക്റ്റ് 6 കിട്ടണം. s - 2 × s - 3. ഇത്രയും ഫാക്ടേഴ്സ് കിട്ടി അല്ലേ. s = 1 എന്ന് പറഞ്ഞാൽ s - 1, s - 2, s - 3. ഇത് മൂന്നും എന്ത് ഫാക്ടറാണ്? ലീനിയർ ഫാക്ടർ. L inverse of 2s square minus 6s plus 5 by s - 1 × s - 2 × s - 3. ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത് ഡിഗ്രി 3 ആണ്. ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി 2 ആണ്, 1 കുറവാണ് അല്ലേ. അപ്പം നമുക്കിതിനെ ഡയറക്റ്റായിട്ട് എങ്ങനെ എഴുതാം? 2s square minus 6s plus 5. A by s - 1, B by s - 2 plus C by s - 3. നമുക്കിവിടെ s - 1 0 വരുന്നെങ്കിൽ എസിന് 1, 1 2 3 ആ ഒരു ഓർഡറിൽ കൊടുക്കുകയാണെങ്കിൽ A B C ആ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് കിട്ടും. എസിന് 1 ആണ് കൊടുക്കുന്നതെങ്കിൽ ആദ്യം നമുക്കൊരു സ്റ്റെപ്പ് കൂടെ എഴുതണം. 2s square minus 6s plus 5 A × എയുടെ കൂടെ വരുന്നത് ഈ 2 ഡിനോമിനേറ്റർ വരും. s - 2 s - 3 പ്ലസ് B × ആ ഡിനോമിനേറ്റർ വരത്തില്ല, ബാക്കി 2 വരും. s - 1 പ്ലസ് C × ദിസ് × ദിസ്. Put s is equal to 1, 1 2 3 ആ ഒരു ഓർഡറിൽ കൊടുത്താൽ A B C നമുക്ക് അങ്ങനെ കിട്ടും. എസിന് 1 കൊടുത്താൽ 2 × 1 സ്ക്വയർ മൈനസ് 2 + 5 7 - 6 1. നമുക്കിവിടെ A മാത്രം നോക്കിയാൽ മതി, ഇത് 2 0 വരും. A × 1 - 2 -1, 1 - 3 -2, that is 2A. A is equal to 1/2. Put s is equal to 2. We get B. 2 × 4 8, 6 × 2 12 plus 5. B × 2 - 1 2 - 3. 8 plus 5 13 - 12. B is equal to -1. Put s is equal to 3. We get 18 - 18 0. C × 2 - 1 2 - 3 - 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0. 18 - 18 0
3 minus 1, 3 minus 2. C is equal to 5/2. ഇനി നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് കൊടുത്താൽ മതി. L inverse of 1/2 by S minus 1. L inverse of minus 1 by S minus 2. L inverse of 5/2 by S minus 3. One by 2 into 1 by S minus A എന്താ e raised to at, e raised to t minus e raised to 2t plus 5/2 into e raised to 3t. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ള ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യനായിട്ട് വേണമെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. എന്നെക്കൊണ്ടാകുന്ന പോലെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. കാരണം എൻ്റെ ചാനൽ മോണിറ്റൈസേഷനൊന്നും ആയിട്ടില്ല. അപ്പം നമുക്ക് അങ്ങനെ നമ്പറൊന്നും പബ്ലിസിറ്റി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അപ്പം ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ഹെൽപ്പെല്ലാം ഞാൻ ചെയ്യാം. നിങ്ങൾ കുട്ടികൾ പഠിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ. L inverse of 4s plus 5 s plus 1 the whole square into s minus 2. ഇവിടെ ലീനിയർ ഫാക്ടറാണ്. ഇതിൻ്റെ ഡിഗ്രി 3 വരും. ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി കുറവാണ് അല്ലേ. ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ. ഇവിടെ ലീനിയർ ഫാക്ടർ റെപ്പറ്റീഷനാണ് വരുന്നത്. ഇപ്പോൾ റൂള് മാറും. നോക്ക്, ആദ്യം ഇതിനെ എങ്ങനെ എഴുതാം? 4s plus 5 by s plus 1 the whole square into s minus 2. a by s plus 1 b by s plus 1 the whole square. നമുക്ക് അറിയാം എയും എ സ്ക്വയറും വന്ന് നമ്മൾ LCM എന്തെഴുതും? എ സ്ക്വയർ എഴുതും അല്ലേ. അതുപോലെ ഇപ്പോൾ ഇവിടെ s plus 1 the whole square ഉള്ളപ്പോൾ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുമ്പോൾ ആദ്യം സ്ക്വയർ ഇല്ലാതെ എഴുതണം, പിന്നെ സ്ക്വയർ എഴുതണം. അതാണ് a by s plus 1 plus b by s plus 1 the whole square. 4s plus 5 multiplying throughout by this. ഇവിടെ 1s plus 1 ക്യാൻസൽ ആവും. a into s plus 1 into s minus 2, b into ഓക്കെ 2 വാല്യൂസ് നമുക്ക് കൊടുക്കാം, -1 ഉം 2. പിന്നെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ s ഈസ് ഈക്വൽ ടു -1 -4 plus 5. എസിന് -1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? b കിട്ടും. -1 -2 -3b. b എന്താ വരുന്നത്? -1/3. Put s is equal to 2. 8 plus 5 13. 2 plus 1 3. 3 square. c is equal to 13/9. Equating s square. Coefficient of s square. ഇവിടെ s സ്ക്വയറിൻ്റെ ടേം ഇല്ലല്ലോ, നമുക്ക് എന്തെഴുതാം? 0. ഇതിൽ ഉണ്ട് എ സ്ക്വയർ ടേം വരും, ഇവിടെ സ്ക്വയർ ഇല്ല. ഇത് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സി എസ് സ്ക്വയർ പ്ലസ് എന്ന് വരുമ്പോൾ സി എസ് സ്ക്വയർ, ദാറ്റ് ഈസ് എ പ്ലസ് സി. സോ എ ഈസ് ഈക്വൽ ടു -c, ദാറ്റ് ഈസ് -13/9. L inverse of -13/9
by s plus 1 plus minus 1 by 3 by plus L inverse of 13 by 9 by s minus 2. Minus 13 by 9 into L inverse of 1 by s plus 1 minus 1 by 3 into നമുക്ക് വേണമെങ്കിൽ e raised minus t എന്ന് എഴുതിയിട്ട് എന്തെഴുതാം L inverse of 1 by s square. പിന്നെ 1 by s minus minus 1 നമുക്ക് ഡയറക്റ്റായിട്ട് e raised minus t എന്ന് എഴുതാം. ഇവിടെ അതേപോലെ എഴുതാം 13 by 9 into L inverse of 1 by s minus 2 e raised to minus t. 1 by s squared എന്താ L of t ടിയുടെയാണ് അല്ലേ minus 1 by 3 e raised to minus t into e raised to 2t. സോ ഇവിടുത്തെ ഒരു മൈനസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ L inverse of s square plus 6 by s square plus 1 ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് എസ് സ്ക്വയർ എസ് സ്ക്വയർ എസ് സ്ക്വയർ എസിൻ്റെ ടേമേ ഇല്ല എല്ലാ എസ് സ്ക്വയർ തൽക്കാലം പുട്ട് എസ് സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു വൈ ഒരു ലെറ്റർ മാറ്റി കൊടുക്കുക ഇതെല്ലാം ലീനിയറായിട്ട് മാറും അല്ലേ വൈ പ്ലസ് 6 ബൈ രണ്ട് സെപ്പറേറ്റ് ലീനിയറാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുന്ന ഡിഗ്രി 2 വരും ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ ഡിനോമിനേറ്റർ എ ബൈ വൈ പ്ലസ് 1 വൈ പ്ലസ് 6 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു വൈ പ്ലസ് 4 പ്ലസ് ബി ഇൻറ്റു നമുക്ക് വൈക്ക് -1 കൊടുക്കാം 5 ഈസ് ഈക്വൽ ടു 3a വൈക്ക് -4 കൊടുക്കാം 2 ഈസ് ഈക്വൽ ടു -4 പ്ലസ് 1 -3 L inverse of 5 by 3 by ഇനി നമ്മളിവിടെ നമുക്ക് എസ് സ്ക്വയർ നമ്മൾ പേര് കൊടുത്ത് എസ് സ്ക്വയറിന് തൽക്കാലത്തേക്ക് ഒരു വൈന്ന് പേര് കൊടുത്താണ് നമ്മളിവിടെ എഴുതുമ്പോൾ തിരിച്ച് വൈക്ക് എസ് സ്ക്വയർ എന്ന് തന്നെ കൊടുക്കണം പ്ലസ് -2 by 3 by 1 by s square plus a squared എന്താ അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് 1 ആണ് അല്ലേ എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർഡ് ആണെങ്കിൽ നമുക്ക് സൈൻ 80 എന്ന് എഴുതായിരുന്നു അപ്പോൾ ഇവിടെ 1 ആയതുകൊണ്ട് ന്യൂമറേറ്റർ 1 ഉണ്ട് സൈൻ ടി -1 by 3 നമുക്ക് 2 അവിടെ തന്നെ നിർത്താം 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോം ആവും എന്ത് വരും സൈൻ 2t. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Question number 4. L inverse of 6x plus 7 by 2s square plus 4s plus 10. നമുക്കൊരു വേണമെങ്കിൽ 1/2 കോമൺ എടുക്കാം
ഇതിനെ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാം. എസ് സ്ക്വയർ പ്ലസ് 2s ഹാഫ് ഇൻറ്റു 2 1 1 സ്ക്വയർ 1. അപ്പോൾ 5നെ നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാലും മതി. ഇത് മൂന്നും കൂടെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എന്താവും? എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഹാഫ് ഇൻറ്റു 6s പ്ലസ് 7 ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയതിന് ശേഷം നമ്മൾ ഈ ന്യൂമറേറ്റർ ഈ ഡിനോമിനേറ്ററുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക. ഹാഫ് ഇൻറ്റു ഇവിടെ 6x പ്ലസ് 6 എന്ന് എഴുതാം. ആ 1 മാറ്റിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? 6 ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് 1. കണ്ടോ? 6x പ്ലസ് 6 പ്ലസ് 1. അപ്പോൾ ന്യൂമറേറ്ററായി. ഇവിടെ ഏത് ടേം വന്നു? എസ് പ്ലസ് 1 വന്നു. ഇനി നമുക്ക് സെപ്പറേറ്റ്. ഹാഫ് ഇൻറ്റു എൽ ഇൻവേഴ്സ് 6 ഇൻറ്റു എൽ ഇൻവേഴ്സ് എസ് പ്ലസ് 1 ബൈ എൽ ഇൻവേഴ്സ് 1 ബൈ 6 ഇൻറ്റു ഇവിടെ എസ് പ്ലസ് 1 ആണ്. ഇ റൈസ്ഡ് മൈനസ് ടി ഇൻറ്റു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് ഇ റൈസ്ഡ് മൈനസ് ടി ഇൻറ്റു ഇവിടെ 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർഡ് ആവും അല്ലേ? അപ്പോൾ ഇവിടെ എയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെഴുതാം? സൈൻ 80 എന്ന് എഴുതാം. ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താ? 2. അപ്പം നമുക്കിവിടെ ഒരു 2 കൊടുത്തിട്ട് എൽ ഇൻവേഴ്സ് ഓഫ് 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. That is half into 6 3 e raised to minus 2 s by s square plus a square cos 2t. Half into this 1 by 4 e raised to minus t അടുത്ത ക്ലാസ്സിൽ ഞാൻ ബാക്കി കണ്ടിന്യൂഷൻ ഉണ്ട് ഇടുന്നുണ്ട് വീഡിയോ. നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.